കാഴ്ചയിൽ ഒരു വൃദ്ധസദനമാണെന്ന് തോന്നുമെങ്കിലും ഇപ്പോൾ ഇതാണ് എൻ്റെ വീട്. മാസം 4000 രൂപ വാടക. ഈ ജിലേബി കഴിച്ചുകൊണ്ടിരിക്കുന്ന അമ്മാമ്മ അപ്പൻ്റെ അമ്മയാണ്. ഇത് അമ്മയുടെ അമ്മ. ഇത് അപ്പൻ്റെ വിവാഹം കഴിക്കാത്ത മൂത്ത ചേച്ചി, അതായത് എൻ്റെ വല്യമ്മായി. ഇത് അപ്പൻ്റെ അപ്പൻ. എല്ലാവരും 88-90 നോട്ട് ഔട്ടായി നിന്ന് ബാറ്റിംഗ് തുടരുകയാണ്. അപ്പാപ്പന് കടുത്ത ഷുഗറായതുകൊണ്ട് മാത്രമാണ് ജിലേബി കഴിക്കാതെ കഴിക്കുന്ന അമ്മാമ്മയെ കൊതിയോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. എന്റെ ഏലിക്കുട്ടേ, ഷുഗർ ഇല്ലാന്ന് വെച്ച് കൊളസ്ട്രോൾ വരുത്തി വെക്കണ്ട കേട്ടോ. ഓ, ഇനി ഇപ്പൊ എന്നാ വന്നാൽ എന്നാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അപ്പാപ്പനൊരു പപ്പടം പറത്തരട്ടെ? അതിനിവിടെ ആരുടെയാ 16 അടിയന്തരം? അപ്പാപ്പന് ജിലേബി തിന്നാൻ കിട്ടാത്തന്റെ ദേശം കൊണ്ടാ. ജിലേബി ഉണ്ടാക്കുന്നത് കൊണ്ട് ഞങ്ങൾ വലിയ സമ്പൽ സമൃദ്ധിയിലാണെന്ന് കരുതണ്ട. ഇത് ബേക്കറികളിൽ വിതരണം ചെയ്യാനുള്ളതാണ്. ഈ ചെറുകിട ബിസിനസ്സിൻ്റെ MD അമ്മയാണ്. അമ്മയെ ജിലേബിയുടെ രസക്കൂട്ടുകൾ പഠിപ്പിച്ചത് ഭയ്യയാണ്. എല്ലാം കാണാവോ? അമ്മേ, ഭയ്യയുടെ ഇവിടുത്തെ പണി കഴിഞ്ഞെങ്കിൽ എനിക്ക് കുറച്ചു നേരത്തേക്ക് ആവശ്യമുണ്ടായിരുന്നു. പണി ഇപ്പൊ തീരും. എന്നാൽ അവനെ ഇന്നിനി എങ്ങും കൊണ്ടുപോണ്ട. നല്ല ക്ഷീണം കാണും. ഇത് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോയിക്കോളാൻ പറഞ്ഞിരിക്കാൻ ഞാൻ. അതിനു വേണ്ടി തന്നെ ഞാനും ചോദിച്ചത്. അത് ശരി. എന്താപ്പാ? ഞാൻ ഈ ചന്തമുക്കിലെ സൈറ്റ് വരെ ഒന്ന് പോയാലോ? അപ്പനടുത്ത തല്ലുകൊള്ളാനുള്ള പരിപാടി ആസൂത്രണം ചെയ്യുക. എന്ത് വില കൊടുത്തും അത് തടയണം. അപ്പാ, ഇങ്ങോട്ട് താ. വന്നെടുത്തോ? എന്റെ കർത്താവേ. ആ ദൗത്യം വിജയിച്ചെങ്കിലും ഉച്ചയ്ക്ക് ഊണ് കൊടുക്കാൻ അമ്മ മുറി തുറന്നപ്പോൾ അപ്പൻ പുറത്തേക്ക് രക്ഷപ്പെട്ടു. കഥ തുറക്ക്. പിന്നെ കഥ ഇനി തുറക്കും. പോകല്ലേ? കഥ തുറക്ക്. പക്ഷേ അന്ന് രാത്രിയും അപ്പൻ തിരിച്ചു വന്നില്ല. ഇത് അപ്പൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇടയ്ക്ക് ഇങ്ങനെ യാത്ര പോയിട്ട് 1-2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ളതല്ലേ. അതേപോലെ വരും. അമ്മച്ചി മോങ്ങരുത്. പോലീസിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നാളെ പത്രത്തിലൊരു ഇത് വരും. അമ്മ ഇങ്ങ് വന്നേ. വാ വാ വാ. കുട്ടികൾ വരൂ. വരൂ വരൂ. പത്രത്തിൽ പരസ്യവും കൊടുത്ത് ഞങ്ങൾ അപ്പനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസം കഴിയും. ചേട്ടാ, ഒരു ചായ. എന്താടാ സണ്ണി, നീ നിന്റെ കല്യാണമെന്ന് ഞങ്ങളെ വിളിക്കാൻ? ഒരു അപകടം നടക്കുമ്പോ കേട്ടറിഞ്ഞ് വരണ്ടേ? അതല്ല അതിന്റെ ഒരു മര്യാദ. അത് കൊള്ളാം, നല്ല ന്യായം. ചെല്ലു ചെല്ലു. ചേട്ടാ, ചായ വേഗം എടുത്തോ. സാറെ കാശ് തരാ പ്ലീസ് സാർ. എന്തെങ്കിലും തരണേ സാർ പ്ലീസ്. ഇവനൊക്കെ പണിക്ക് കൊണ്ട് നാളില്ലാട്ട് നാറികള്. സാറേ എന്തെങ്കിലും തരണേ സാർ. സാറിന് എന്നെ മനസ്സിലായില്ല എന്തോന്നു? പിച്ചക്കാരനല്ലേ? അയ്യയ്യയ്യേ, ഞാൻ സാറിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ. കഴിഞ്ഞ ദിവസം സാറിന്റെ ഫോട്ടോ ഞാൻ ലൈക്ക് ചെയ്തിരുന്നു. എന്തെങ്കിലും തരണം സാർ. ആള് കൊള്ളാലോ. താങ്ക് യു. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഹൈടെക് പിച്ചക്കാരനെ കാണാം. എങ്ങനെ, ആൾക്കാർക്ക് വല്ലതും തരാറുണ്ടോ എന്ന് ചോദിച്ചാ എന്തെങ്കിലും തരുന്ന നാറികളുണ്ട്, തരാത്ത നാറികളുണ്ട്. ഓ, ഈ തന്നിട്ട് തിരിച്ചെടുക്കുന്ന നാറുകളെ കണ്ടിട്ടുണ്ടോ? കണ്ടോ അവന്റെ ഒരു ഫേസ്ബുക്ക്. തന്നെ ഇപ്പൊ തന്നെ അൺഫ്രണ്ട് ആക്കിക്കളെ നോക്കിക്കോ. എന്താ പയ്യ, ആളെല്ലാം കയറിയില്ലേ? പോയാലോ? പോവാം. നാളും വരാൻ. ഓ ഡിസ്കോ ദിവാനേ, മനസ്സിലായി. ഈ ശാന്തിയോടുള്ള പ്രണയം ഭയ്യക്ക് ഇനിയെങ്കിലും തുറന്നു പറഞ്ഞൂടെ? ഈ മനസ്സിലുള്ള പ്രളയമല്ല, കൊടുങ്കാറ്റും. എന്റെ ഭയ്യ, പ്രണയം. ഈ സാധനം അവളോട് പറയാൻ ഒരു അവസരം കിട്ടുന്നില്ല. അവസരം കിട്ടുമ്പോൾ ധൈര്യം കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ പ്രളയമൊന്ന്. ഏതായാലും ഇന്ന് ഈ പ്രളയത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ വലിയൊരു സംഭാവന തരുന്നുണ്ട്. നന്നായിട്ട് ഉപയോഗിച്ചോണം. ഓക്കെ? ഉപയോഗിക്കും.
ഇങ്ങനെ നിന്നാൽ നാളെ കാലത്ത് ആദ്യം വണ്ടിയിൽ കയറാം. ഇവളുടെ കാര്യം കാലെടുത്തോ? ஐயோ வண்டி போயிடுச்சு. എന്തിനാ വൈകിയത്? ஆ மாமாவோட ஃபோன் வந்துச்சா, பேசி டைம் போனதே தெரியல. എന്നാ ലീവ് എടുത്തു. ஐயோ லீவ் எல்லாம் எடுக்க முடியாது. அடுத்த வாரம் அக்காக்கு கல்யாணம் நடக்க போகுதுல்ல, அதுக்கு நிறைய காசு தேவைப்படும். எப்படியாவது வேலைக்கு போய் தானே ஆகணும். அப்படி நான் வண்டியில் கொண்டாக்கட்டுமா? உங்க கூட நான் எப்படி லீவ் எடுத்தோ? ஐயோ வேணாம், நான் வரேன். ഇവിടെ പൊടി. ബ്രേക്ക് ഉണ്ടോ നോക്കിയതാ, പിടിച്ചിരുന്നോ? ബ്രേക്ക് ഉണ്ട്. ഇനി കുഴിയുണ്ടോ നോക്കാം. റോഡ് ഞങ്ങൾ സ്തംഭിപ്പിക്കും. എന്നെ ബൂസ്റ്റ് ഇടൂ. മോനായി വർക്കീസ് സിന്ദാബാദ്. മോനായി വർക്കീസ് സിന്ദാബാദ്. മോനായി വർക്കീസ് സിന്ദാബാദ്. കൈ കൊടുക്കണ്ട, തന്നെ കയറിക്കോളൂ. അയ്യോ പ്രളയം പറഞ്ഞു. സിന്ദാബാദ്. പട്ടയം നൽകുക. എന്ത് തോന്നിയ നിങ്ങൾ കാണിക്കുന്നേ? അങ്ങനെ പറയണ്ടേ കുട്ടി. ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ അനീതിക്കെതിരെ പെൺകുട്ടികൾ പ്രതികരിച്ചു തുടങ്ങിയ കാലമായത്. മര്യാദയ്ക്ക് വഴിമാറി കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടി എന്താ ചെയ്യാൻ പോണെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ദേശകാരിയാ. നിങ്ങൾ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നവരുടെ കൂട്ടത്തില് ഓരോ സ്ഥലത്ത് ജോലിക്ക് പോകുന്നവരും വയ്യാത്ത രോഗികൾ വരെയുണ്ട്. നിങ്ങൾ നേതാക്കന്മാരുടെ അച്ഛനും അമ്മയാണെങ്കിൽ വയ്യാതെ വഴി കിടക്കുന്നെങ്കിൽ നിങ്ങൾ ഇതിന് സമ്മതിക്കോ? അതാണ് ഒരു ജനകീയ സമരമൊക്കെ ആകുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത് ജനങ്ങൾ സഹിക്കണം. അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു സമരവും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ട. അതാണ് കുട്ടി. ഇവിടെ ഒന്ന് ഷൈൻ ചെയ്ത വേറെ വല്ല വഴിക്കും പോടാം. ഞങ്ങൾക്ക് പോകാനുള്ള വഴി ഇതാ. ഈ വഴിക്കേ ഞങ്ങൾ പോകും. മര്യാദയ്ക്ക് വഴി മാറാൻ നോക്കും. വേണ്ട, രാഷ്ട്രീയ കൊലപാതകം നമുക്ക് വേണ്ട. വെറുതെ ബംഗാളികളുടെ തല്ല് മേടിച്ച് മലയാളികൾക്ക് നാണക്കേട് ഉണ്ടാക്കാതെ പണിയണ്ട. പോകാൻ നോക്ക്. ദേവി ഇതല്ല തടയണം. ആളുകൾ വയന്താൽ പ്രശ്നമാണ്. ഒരു ഇഷ്യൂ ഒഴിവാക്കുന്നല്ലേ നല്ലത്. പബ്ലിക്കിനൊരു ബുദ്ധിമുട്ടാണ്ട. പിരിഞ്ഞു പോ എല്ലാരും. മാറിക്കോ, വിഷമിക്കണ്ട. നാളെ 3 മണിക്ക് ബേക്കറി ജംഗ്ഷൻ. എല്ലാരും നാളെ ഞങ്ങൾ സ്തംഭിപ്പിക്കും. ബേക്കറി ജംഗ്ഷൻ സ്തംഭിപ്പിക്കും. നാളെ ഞങ്ങൾ ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. ചേട്ടാ 2 ചായ. ദാ ഭയ്യ. ഭയ്യ ചായ കുടിച്ചോ?
ഭയ്യാ ചായ കുടിക്കും. നീയൊക്കെ മണികണ്ഠന്റെ ആൾക്കാരല്ലടാ. ആരും ഒന്ന് കൊട്ടേഷനാടാ ഇത് പറയാടാ. ഈ മോണായി സാറ് ബയ്യയുടെ വളിയനായിട്ട് വരില്ലേ? അളിയൻ ആ സാധനം മണികണ്ഠൻ സാറേ, മോനായി പറഞ്ഞിട്ട് എനിക്ക് കല്യാണം ആലോചിക്കാൻ നിന്റെ കുറച്ച് ആൾക്കാർ വന്നായിരുന്നു. നിന്നെ കണ്ടില്ല. എന്തോ പറ്റി? സൂപ്പർവൈസർ ആയ പിന്നെ കൂലിത്തല്ലിന്ന് റിട്ടയർ ആയോ അതോ പേടിച്ചു പോയോ? നീയൊക്കെ ഈ മണികണ്ഠയുടെ ഇരയല്ലടാ. എനിക്ക് നിന്നെയൊക്കെ ഒറ്റക്കുത്തിന് തീർക്കാനുള്ളതേ ഉള്ളൂ. അതിലേക്ക് എന്നെ എത്തിക്കാതെ എന്റെ പൊന്നുമോനിപ്പോ പോകാം. ഒരുപാട് കാലം ജീവിച്ചോളാന്ന് ആർക്കും ഞങ്ങൾ വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് നിർത്തിക്കോ. ഇല്ലെങ്കിൽ മലയാറ്റൂർ പള്ളിയിൽ പിച്ചക്കാരുടെ ഇടയിൽ കയ്യും കാലും ഇല്ലാത്ത നീ നിരങ്ങും. ഓടാ. ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാനിപ്പോ വേറെ സ്ഥലത്തേക്ക് വന്നതേ ഉള്ളൂ. എന്താ ഞങ്ങൾ സെക്സ് വർക്കേഴ്സിന് സംഘടന പാടില്ലെന്നുണ്ടോ? ലൈംഗിക തൊഴിലാളികൾ മനുഷ്യരാണ് സാറേ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ സമൂഹം ഒന്ന് അറിയട്ടെ. അല്ല, ഈ ആദർശം പറയുന്ന സാറും എന്റെ കസ്റ്റമർ അല്ലേ? ദേ മര്യാദക്കല്ലെങ്കിലേ ആത്മകഥ എഴുതി ഞാൻ നാറ്റിക്കും. ഹലോ, വെച്ചാ പേടിച്ചു പോയി പാവം പകൽമാന്യൻ. എന്താ വാസുദി, ആരോടെ തർക്കം? ഓ, ഒരു കപട സദാചാരക്കാരൻ. നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഈ ഒളിക്യാമറയും പീഡനൊക്കെ കാരണം ആകെ ഡള്ളാണ് സാറേ. പിന്നെ ഞാനിപ്പോ ഇൻസ്റ്റാൾമെന്റില്. ഇതൊക്കെ ഇൻസ്റ്റാൾമെന്റിലായി തുടങ്ങിയ? അയ്യോ അതല്ല സാറേ, ഈ ബംഗാളികൾക്ക് ടിവിയും റേഡിയോ ഒക്കെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കില്ലേ, അതിന്റെ ഓർഡർ പിടിക്കാൻ വന്നതാ. അല്ല, നീ പണിക്ക് വരുന്ന ചില പെമ്പിള്ളേരെ വളച്ചേ നിന്റെ വഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പരാതി ഉണ്ടല്ലോ. പിന്നെ പെണ്ണുങ്ങളെ വളച്ചെടുക്കാൻ ഞാനെന്താ പൂവാലനല്ലേ? ഓ, എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ എന്റെ സാറേ. സാറിന്റെ ഒരു കാര്യം. ചുമ്മാതല്ല ബംഗാളികളുടെ പണമൊന്നും ബംഗാളിലേക്ക് എത്താത്തത്. എന്റെ രവീന്ദ്രനാഥ ടാഗോറേ, ഞാൻ നിന്റെ പേര് വിളിച്ചതാടേ. ഇങ്ങനെയാണോ വിളിക്കണേ? പിന്നെ ബാബുനൊക്കെ ഒരു ബാബു എന്നല്ലാതെ മ്യാവു എന്ന് വിളിക്കാൻ പറ്റൂ? ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം? കാര്യമുണ്ട്, പറയാം. വാ. എന്താടാ? ദേ കണ്ട ഇങ്ങനെ ഒരു നടക്കട്ടെ, വല്ല കാര്യമുണ്ടോ? ഇന്ന് നോക്കും മല വള നിന്നെ ഞാൻ പ്ലെയിനിൽ കൊണ്ടുപോവാ. അങ്ങ് ദുബായി. അവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലായ? ബ്രെയിൻ വാഷിംഗ്. ബ്രെയിൻ വാഷിംഗ്. വാഷിംഗ്? ആ, തുണി എവിടെ? ആ വാഷിംഗ് അല്ല. എന്താ ഈ പുല്ലിന്റെ മലയാളം? ആ, കിട്ടി. മസ്തിഷ്ക പ്രശ്നങ്ങളിൽ വേണ്ട സമയത്ത് നല്ല വാക്കും വരില്ല. ആ, എളുപ്പമുള്ളത് കിട്ടി. അതായത് ഈ തലച്ചോറ് കഴുകൽ. മനസ്സിലായോ? ഇനിയിപ്പോ അതെന്ത് തേങ്ങാക്കൊലെങ്കിലും ആയിക്കോട്ടെ. ആ, അത് വിട്. വാസന്തി ഇതുപോലെ സംസാരിച്ച് വളച്ച് പല പെണ്ണുങ്ങളെയും അവളുടെ ബിസിനസ്സിലേക്ക് ഇറക്കിയിട്ടുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ ശാന്തിയെ അവള് റാഞ്ചിക്കൊണ്ട് പോകും. പിന്നെ ഒരു ടൈറ്റിൽ പേരും വരും, നാഗമ്പടം ശാന്തിന്ന്. പിന്നെ കാശ് കൊടുക്കണം, ക്യൂ എന്നാലേ കാണാൻ പറ്റും. ചേച്ചി പറയുന്നൊന്ന് കേക്ക്. നിനക്ക് എന്താ കാര്യം? ഞങ്ങൾ പെണ്ണുങ്ങൾ സംസാരിക്കുന്നിടത്ത് തനിക്കെന്താ കാര്യം? നീ എങ്ങനെ ശാന്തി വാഷിയാ നോക്കണ്ട. എത്ര വാഷിയാലും അവള് വരില്ല. ഓ, അതിന് ഞാൻ ഇവിടെ കുളിപ്പിക്കാനൊന്നും വന്നതല്ലേ. പൊക്കോനി ഇവളെ സീത്തയാക്കാൻ നോക്കി ഒറ്റ അടി വെച്ചേരും ഞാൻ. പൊടി. ദേ, ഈ വാസന്തി വേണമെന്ന് വിചാരിച്ച ഏത് വെളയും പൊക്കിയിരിക്കും. താൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത് എന്റെ ഒരു വാശിയാ. പോടപ്പാളി വന്നേക്കുന്നു എന്റെ അടുത്ത് വിഷം കിട്ടുന്നു. അവളെന്താ പറഞ്ഞത്? அவங்க சொல்றாங்க எதுக்கு இப்படி கஷ்டப்படுற, நீ என் கூட வந்தா நல்ல துட்டு கிடைக்கிற வேலை வாங்கி தரேன்னு. അവളോട് സംസാരിക്കരുത്. അവള് സീത്തയാ. അവൾ ഈ നാട്ടിൽ തന്നെ ഞാൻ ഓടിക്കും.
സന്ധി, എനിക്ക് നിന്നോടൊരു കാര്യം ഹൈ മാമാ. ആ മാമാ சொல்லு മാമാ. അയ്യോ, എന്റെ ജീവിതം ഇങ്ങനെ കമ്പി വളച്ച് തീർന്നു. കളിച്ചീരിച്ചങ്ങ് നടക്കല്ലേ? എനിക്ക് നല്ല ഒരു സംബന്ധമൊക്കെ ഉണ്ടാക്കി തന്നിട്ട്. ഞങ്ങള് അങ്ങോട്ട് വന്നൊന്ന് കാണാനിരിക്കായിരുന്നു. എന്തിനെ? ഭയ്യയ്ക്ക് അറിയാതൊരു അബദ്ധം പറ്റിയതാ. അതെ, അകത്ത് വേറെ ഏതോ ദുർനടപ്പുകാരനാണെന്നാണ് ഭയ്യ വിചാരിച്ചത്. അതും അതെ. അല്ലാതെ നിന്റെ ഈ ഭയ്യ കാരണം എന്റെ ജീവിതം തകർന്നത് അറിയാവാ. മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും നാട്ടുകാർ ഇപ്പൊ അടക്കം പറഞ്ഞിരിക്കുക. എടാ, കോളേജ് രാഷ്ട്രീയം മുതല് സമരം ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത പേരാ വെട്ടുപറമ്പി മോനായി എന്നുള്ളത്. അതിപ്പോ വെട്ടിപ്പറമ്പി മോനായി നാട്ടുകാർ വിളിക്കുന്നത്. സോറി സാർ. സാർ ഇനി ഏത് പെണ്ണിനെ വിളിച്ചു കിട്ടിയാലും ഞാൻ ആളെ കുട്ടി വരില്ല. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി കുറച്ച് കുറയ്ക്കണം സാർ. ഇവനെ ചുമന്നുകൊണ്ട് നടക്കുന്നതിന് നീ അനുഭവിക്കാൻ പോകുന്നത്. ഇനി മേലെ എന്റെ പെങ്ങടെ പിന്നാലെ എങ്ങനെ നടന്ന പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നിന്റെ ഈ നെഞ്ചത്തിയെ നടത്തും. സ്വപ്നം കണ്ട ജീവിതമൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന നീ അറിയണം. നിനക്ക് വേദനിച്ചാലേ ഇവനും വേദനിക്കൂ. ഞാൻ കാരണം ഭയ്യയുടെ പ്രളയം. ഹേയ്, മോനായി പറഞ്ഞൊന്നും ഭയ്യ കാര്യമാക്കണ്ട. നമ്മൾ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാൻ പോണില്ല. ഏഞ്ചൽ എന്റെ പെണ്ണാണെന്ന് തീരുമാനിച്ചാൽ അവൾ എന്റെ പെണ്ണ് തന്നെയാണ്. ഭയ്യ വണ്ടി എടുക്കും. പേടിച്ചു പോയല്ലോ. ഹേയ്, പേടിക്കണ്ട. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്, അതും നിന്നെ കാണാൻ വേണ്ടി മാത്രം. നിങ്ങളുടെ ഈ ഫ്ലാറ്റ് മൊത്തത്തിൽ വെളുപ്പിക്കാനുള്ള കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഞങ്ങളാ. മര്യാദക്കല്ലെങ്കിൽ നിന്റെ തറവാട് വരെ ഞങ്ങൾ വെളുപ്പിക്കും. മനസ്സിലായോ? അയ്യോ പതുക്കെ, ആന്റി അപ്പുറത്തുണ്ട്. ഞാൻ നിന്നെ കാണാതിരിക്കാൻ വേണ്ടിയല്ലേ നിന്നെ ആന്റിയുടെ അടുത്ത് കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ നിന്നെ എവിടെ താമസിപ്പിച്ചാലും ഒരു സ്പൈഡർമാനെ പോലെ ഞാനിങ്ങനെ തൂങ്ങി വരും. മോളെ മോളെ എന്തു പറ്റി നിനക്ക്? ഏയ് ഒന്നുമില്ല ആന്റി. നല്ല ആന്റി. അതിഥികൾ വന്നാൽ ഉടനെ ജ്യൂസ് തരും. അതിരിക്കട്ടെ, എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞു? കാര്യങ്ങൾ ആകെ വഷളായിക്കൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച ജർമ്മനിയിൽ വെച്ച് എന്റെ എൻഗേജ്മെന്റ് നടത്താനാ തീരുമാനം. എന്തു പറ്റി? പറ്റിയില്ല, പറ്റിച്ചേനെ. ആ ഷോക്കിൽ ഒന്ന് താഴേക്ക് പോയതാ. തമാശ കള. ഉടനെ എന്തെങ്കിലും തീരുമാനം എടുത്തേ പറ്റൂ. ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ജർമ്മനിയിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് മറ്റൊരു യാത്രയ്ക്ക് തയ്യാറായിക്കോളൂ. എങ്ങോട്ട്? ദൂരെ എവിടെയെങ്കിലും പോയി ഒരു രജിസ്റ്റർ മാരേജ്. അതുവരേക്കും കാതലേ വിട, ഏഞ്ചലേ വിട. भैया മണിക്കുട്ടൻ്റെ പ്രാന്ത. ഭയ്യ വന്ന കാര്യം പറ. അതൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൽക്കട്ടയിൽ പോയപ്പം ഭയ്യയുടെ കുറേ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തിയില്ല. അവരെ ആരെങ്കിലും വിളിച്ചിട്ട് അവിടെ ഒരു വാടക വീട് റെഡിയാക്കണം. മാത്രമല്ല കുറച്ച് നാളായിട്ട് ഞാൻ അവിടെ താമസിക്കുകയാണെന്നൊരു വാടക ചീട്ടും. അതിപ്പോൾ എന്തിനാ ഭയ്യ? അവിടെ ചെന്ന് ഏഞ്ചലുമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് നടത്താൻ ഇതൊക്കെ ആവശ്യമാണ്. അവളുടെ വീട്ടുകാരിപ്പോൾ മുട്ടനുടക്കാം. ഉടനെ എന്തെങ്കിലും ചെയ്യണം. അതിനെന്താ ഭയ്യ, ഇപ്പൊ തന്നെ വിളിക്കാം.